ഫോണുകൾ വാങ്ങാൻ വരട്ടെ. കാരണം അടുത്ത മാസം കിടിലം ഫോണുകളാണ് വരുന്നത്. നത്തിങ് ഫോൺ 3 അടക്കമുള്ള, ഫോൾഡ് 7 അടക്കമുള്ള, വിവോയുടെ, ഓപ്പോയുടെ റെനോ സീരീസ്, അങ്ങനെ ഒട്ടനവധി ഗംഭീര സംഭവങ്ങൾ. വിവോയുടെ S200 ഫാൻ എഡിഷൻ അടക്കമുള്ള സംഭവങ്ങൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യാണ്. സോ ഗംഭീര ഫോണുകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം ആരും ഇനി ചാടിക്കേറി ഫോണുകൾ എടുക്കാൻ നിൽക്കണ്ട. പല കമൻറ്റുകൾ വരുന്നുണ്ട്, ഈ ഫോൺ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ എടുക്കാതിരുന്നിട്ട് ഒരുപാട് കാലമായി ഫോൺ എടുക്കാണ്ടിരിക്കുന്നു, എപ്പോഴാണ് എടുക്കാൻ പറയുക എന്നുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ധാരാളം. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യമില്ല എങ്കിൽ ഫോൺ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു ഫോൺ എടുത്തൊരു 3-4 കൊല്ലമൊക്കെ ഉപയോഗിക്കുക, അപ്പോഴത് മുതലാവും. അല്ലെങ്കിൽ നമുക്കല്ല ലാഭം, കമ്പനിക്കാണ് ലാഭം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. മാക്സിമം യൂസ് ചെയ്യുക എടുക്കുന്ന സംഭവം. എന്തായാലും ഇനി എടുക്കണം, അത്യാവശ്യമായിട്ട് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത മാസം വരുന്ന ഈ പറഞ്ഞ ടോപ്പ് ബ്രാൻഡുകളുടെ ടോപ്പ് ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമാണ് ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, താല്പര്യം വെയിറ്റ് ചെയ്ത് നല്ല ഐറ്റം തന്നെ പടയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ പോക്കോ F7 എന്നൊരു ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഡീറ്റെയിൽ കൂടി നമ്മുടെ ചാനലിലേക്ക് കിടക്കുന്നുണ്ട്. അടിപൊളി ഫോണാണ്. 30,000 താഴെ ഏറ്റവും മികച്ച പ്രോസർ, സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന കിടിലം പ്രോസർ, ഏറ്റവും ബിഗ്ഗസ്റ്റ് ബാറ്ററി, ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിപ്പം കൂടിയ സൈസ് കൂടിയ ബാറ്ററി വെച്ചിട്ട് വരുന്ന ഫോൺ ഇതാണ്. 7550 mAh. അങ്ങനെ എല്ലാം ഗംഭീരമായിട്ട് കൊടുത്തുകൊണ്ടൊരു ഫോണാണ്. അതിൽ ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD ഉള്ള 4K, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് സെറ്റ് സംഭവമാണ്. വീഡിയോ കണ്ടവരെല്ലാം അടിപൊളി എന്ന് തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കണ്ടു നോക്കും. ഇത് ഓൾറെഡി ലോഞ്ച് ആയ ഫോണാണ്. അടുത്ത മാസം കിടക്കുന്നതിന് മുമ്പ് ഈ മാസം ലാസ്റ്റായിട്ട് ഇറങ്ങിയ ടോപ്പ് സംഭവം ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത മാസത്തേക്ക് കടന്നു കഴിഞ്ഞാൽ 1-ാം തീയതി തന്നെയാണ് നമ്മുടെ നത്തിങ് ഫോൺ 3 ലോഞ്ച് ആവാൻ പോകുന്നത്. ഇപ്പം തന്നെ ഈ ലോഞ്ച് ആയ ഫോണിനെ കുറിച്ച് പറയാനുള്ള കാരണം കൂടി ഈ ഒരു ഫോണാണ്. ഈ ഫോണിലും സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആയിരിക്കും നത്തിങ് ഫോൺ 3-ൽ. സോ പെർഫോമൻസ് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ല. പക്ഷേ 30,000 റേഞ്ചിൽ പോക്കോയിൽ അല്ലെങ്കിൽ 30-40 റേഞ്ചിൽ പല ഫോണുകളിലും കാണുന്ന ഈ പ്രോസർ നത്തിങ് ഇറക്കാൻ പോകുന്ന ഫോണിൽ വെക്കുമ്പോൾ, നത്തിങ് ഫോൺ 3-ൽ വെക്കുമ്പോൾ അതിൻ്റെ വില 80,000 രൂപ റേഞ്ചിൽ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വെറുതെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, എന്തെങ്കിലും ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണോ, അതോ ഇനി ശരിക്കും ഇത് വെച്ചുകൊണ്ട് 80,000 രൂപയ്ക്ക് തന്നെ ഈ ഫോൺ ഇറക്കുമോ? അങ്ങനെ ഇറക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിനകത്ത് ഉണ്ടാവുക? അതായത് ഓൾറെഡി പോക്കോ നമുക്ക് 30,000 രൂപയ്ക്ക് ഈ പറഞ്ഞ പ്രോസസ്സറും തരുന്നുണ്ട്, 7550 mAh കിടിലും ബാറ്ററിയും തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ ഈ 80,000 രൂപയ്ക്ക് നത്തിങ്ങിൽ 5300 mAh ബാറ്ററി ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഈ പ്രോസസ്സറും 80,000 രൂപയ്ക്ക് എന്തായിരിക്കും? എനിക്കറിയാൻ പാടില്ല എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് 80,000 രൂപയ്ക്ക്, എങ്ങനെ ഇതിന് വാല്യൂ ഫോർ മണി എന്ന ലെവലിലേക്ക് ഇവർ കൊണ്ടുവരുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എന്തായാലും നത്തിങ് ഫോൺ 3 1-ാം തീയതി ഇറങ്ങും. ഈ പറഞ്ഞ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്, വില ഈ റേഞ്ചിലാണെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വരട്ടെ, വന്നിട്ട് പറയാൻ ബാക്കിയുള്ള ഘടകങ്ങൾ. ഇപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റും. എന്തായാലും അടുത്തതായിട്ട് പറയാൻ പറ്റുന്ന ഉറപ്പുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോൾഡ് സീരീസ്, അതായത് 7th ജനറേഷൻ ഫോൾഡബിൾസ് ഇറങ്ങുകയാണ്. ഫോൾഡ് 7 ഇതിരി വൈഡറായ ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. നല്ല കാര്യം, അത് അത്യാവശ്യമുള്ള ഒരു ഘടകമായിട്ട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്. സ്ലിമ്മായ ഫോണായിരിക്കും എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. ഞാനടക്കം ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. ഇത്തിരി തിക്നെസ് കൂടുതലാണ് ഈ ഫോൾഡ് ഫോണുകൾ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ. ഇത്തവണ സ്ലിം ആക്കുന്നുണ്ട്, ബാറ്ററി കുറയ്ക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുറയ്ക്കാണ്ട് തന്നെയാണ് ഫോൺ സ്ലിം ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് 200 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പൊക്കെ, S25 അൾട്രാ പോലെ തന്നെ അടിപൊളി ക്യാമറ സെറ്റപ്പും കൊടുക്കുന്നുണ്ട്. ഒട്ടനവധി ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് One UI 8-ലായിരിക്കും വരിക. സോ ഒട്ടനവധി നല്ല ഘടകങ്ങളുമായിട്ടാണ് ഇത്തവണ വരുന്നത്. സോ വ്യത്യസ്തമായ ഒരു ഫോൾഡ് 7 വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഐഫോൺ യൂസേജ് ഒന്ന് നിർത്തണം, കാരണം കുറേ കാലമായിട്ട് ഒരേ എക്സ്പീരിയൻസ് ആണ്. ഫോൾഡ് ആകുമ്പോൾ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് എങ്കിലും കിട്ടും, പുതിയൊരു ടെക്നോളജിയുടെ ഫീലെങ്കിലും കിട്ടും. ഈ ഡയലോഗും പറഞ്ഞുകൊണ്ടതിന് മുമ്പ് ഞാൻ പലപ്പോഴും മാറിയിട്ട് തിരിച്ച് ഐഫോണിലേക്ക് പോയിട്ടുണ്ട്. ഇത്തവണ പക്ഷേ അത് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫോൾഡ് 7 ആയിരിക്കും മിക്കവാറും ഇനി കുറച്ചാൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഫ്ലിപ്പ് 7ലും മാറ്റങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലെ കവർ ഡിസ്പ്ലേ ഒക്കെ ഫുൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് അതിൽ വെക്കുന്നുണ്ട്. മുമ്പത്തെ ഫ്ലിപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നത് ബാറ്ററി ലൈഫ് ഇല്ല എന്നുള്ള ഇഷ്യൂ ആയിരുന്നു. ഇത്തവണ ബാറ്ററി ലൈഫ് കൂട്ടിക്കൊണ്ടാണ് ഇറക്കുക. തീർച്ചയായിട്ടും അത് നല്ലൊരു ഘടകമാണ്. പിന്നെ വാച്ച് 8 സീരീസും വരുന്നുണ്ട്. സോ അതും അടിപൊളിയാവാനുള്ള സാധ്യതയുണ്ട്. ഒക്കെ സാധ്യതകളാണ്. പിന്നെ ഒരു സർപ്രൈസ് സംഭവം കൂടി പറയുന്നുണ്ട്. മറ്റേ ഫോണിൽ ഇറങ്ങിയപ്പോൾ അതിൻ്റെ കൂടുതൽ S25 എഡ്ജ് ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം. പിന്നീട് ഇറക്കുകയുണ്ടായി. അതേപോലെ എന്തോ ഒരു സർപ്രൈസ് സംഭവം ഈ ഒരു ലോഞ്ചിലും അൺപാക്ക് ഇവൻറ്റിലും അവർ വെച്ചിട്ടെന്നാണ് പറയുന്നത്. സോ 9-ാം തീയതിയാണ് സാംസങ്ങിൻ്റെ അൺപാക്ക് ഇവൻറ്റ്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ലക്ഷങ്ങൾ വില കൊടുക്കണം ഫോൾഡിനും ഫ്ലിപ്പിനൊക്കെ. 20,000 താഴെയാണ് ബഡ്ജറ്റെങ്കിൽ സാംസങ് വേറെ 2 ഐറ്റം ഇറക്കുന്നുണ്ട്, M36-ഉം F36-ഉം. M36-ൽ 5000 mAh ബാറ്ററി ഉണ്ടാവും. ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണുള്ളത്. Exynos 1380 പ്രോസറാണുള്ളത്. അങ്ങനെ ഒരു ഫോൺ, സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ. പിന്നെ One UI 7 ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. സാംസങ്ങിൻ്റെ ഫോണേ എടുക്കൂ. 20,000 താഴെ ഞങ്ങൾക്കൊരു ഫോൺ വേണം, സാംസങ്ങിൻ്റെ എടുക്കൂ. അതും ലേറ്റസ്റ്റ് വേണം. ഒരു 5-6 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഐറ്റം തരക്കേടില്ലാത്തൊരു ഐറ്റം ആയിരിക്കും.
പക്ഷേ വീഡിയോ കണ്ടു നോക്കൂ, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി. F36 വരുന്നുണ്ട്, അത് ജൂണിലായിരിക്കും. അത് ജൂലൈയിലായിരിക്കും. M36 ഇപ്പോൾ ജൂൺ 27 ലോഞ്ചാണ്. F36 അടുത്ത മാസമാണ്, ജൂലൈയിലാണ്. 2000 ഏറെക്കുറെ ഒരുപോലെ ഇരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. സോ 20,000 താഴെ സാംസങ് തന്നെ വേണമെന്നുള്ളവർക്ക് വെറുതെ ഒന്ന് കണ്ടു നോക്കാം. അൺബോക്സിംഗ് വരുന്നുണ്ട് ചാനലിൽ, കണ്ട് മനസ്സിലാക്കി വെച്ചോ. ഇനി അടുത്ത ഒരു കിടിലൻ ഐറ്റമാണ് വൺ പ്ലസിൻ്റെ നോഡ് 5ഉം നോഡ് CE5ഉം രണ്ടും ഇറങ്ങുന്നുണ്ട്. 20,000 റേഞ്ചിലാണ് നോഡ് CE5 വരാറ്. നോഡ് 5 കൊണ്ട് 25-30 റേഞ്ചിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. രണ്ടായാലും വൺ പ്ലസിൻ്റെ ഫോൺ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ വേണമെന്നുള്ളവർക്ക് ഇത് തന്നെ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഒരു പ്രൈസിൽ ഒന്നിൽ കൂടുതൽ ഫോണുള്ളവർക്ക് ഇല്ല. സോ 20,000 റേഞ്ചിലാണ് നോക്കുന്നെങ്കിൽ CE5 അടയ്ക്കാം. 30,000 റേഞ്ചിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 30,000 താഴെയാണെങ്കിൽ നോഡ് 5 എടുക്കാം. പിന്നെ നോഡ് 4ൽ ഓൾ മെറ്റൽ ബോഡി ആയിരുന്നു. ഇത്തവണ മെറ്റൽ ബോഡി മാറ്റിയിട്ടുണ്ട്. മെറ്റൽ ബോഡി നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്താണ് അതെടുത്ത് മാറ്റി സാധാ ഗ്ലാസ് ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 8s Gen 3 എന്ന് പറയുന്ന ഏറ്റവും നല്ല പ്രോസർ, ആ പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും നല്ല പ്രോസറാണ് ഇരിക്കാൻ പോകുന്നത്. അതേപോലെ 1.5K AMOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് OnePlus Nord 5 കൊള്ളാം. ഡീസൻ്റ് ആയ ഫോണായിട്ട് ഫീൽ ചെയ്തു. കയ്യിലിരിപ്പുണ്ട്, ഉപയോഗിച്ച് നോക്കി, നന്നായിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ വരും. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. നോഡ് C5ഉം കുഴപ്പമില്ലാത്തൊരു ഫീൽ തന്നെയാണ് തന്നത്. സോ വൺ പ്ലസിൻ്റെ ഫാൻസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തോളൂ. രണ്ടിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണുകളിൽ എല്ലാം വീഡിയോ വരുന്നുണ്ട്. സോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോഡ് 5ഉം നോഡ് CE5ഉം ഇത് 8-ാം തീയതിയാണ് ലോഞ്ച്. ഇനി അടുത്തത് ഓപ്പോയുടെ റെനോ സീരീസ് ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സീരീസാണ്. റെനോ 14 പ്രോയും 14ഉം രണ്ടും ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് കൺഫേം അല്ല, ഇപ്പോഴും കമ്മിങ് സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഫോൺ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഡേറ്റ് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. ഫോണിനെ കുറിച്ച് അറിയാം. ഫോൺ നന്നായിട്ടുണ്ട്. റെനോ 14 പ്രോ ആയാലും 14 ആയാലും നന്നായിട്ടുണ്ട്. ഓപ്പോയുടെ റെനോ സീരീസ് എടുത്ത് ഉപയോഗിച്ച് അടുത്ത ജനറേഷൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്, കുഴപ്പമില്ല. കുറച്ചും കൂടി വിശദമായിട്ട് ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം അഭിപ്രായങ്ങൾ. ഡീറ്റെയിൽ വീഡിയോ വരും. ചാനൽ മറക്കാതെയൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളൂ. 14 പ്രോയിൽ ഡയമൻസിറ്റി 8450 എന്ന് പറയുന്ന പ്രോസറാണ്. ഒപ്പം തന്നെ 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 6200 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 1.5K ഡിസ്പ്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല സ്പെക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മോശമൊന്നുമല്ല. പക്ഷേ ഇവരുടെ വില ഇട്ട് വരുമ്പോഴാണ് കുഴപ്പമാവുക. വില എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ ആ സീരീസ് ഓക്കെയാണ്, ഞങ്ങൾ അതേ എടുക്കുമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. റെനോ സീരീസിലെ നല്ലൊരു ഫോണാണ്. അവരും പറയുന്നത് ഇത് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. റെനോ സീരീസിലത്തെ 14ഉം വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഇത് രണ്ടായാലും റെനോ ഫാൻസിന്, ആ സീരീസിൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നാവും. ഇനി മോട്ടോ ഫോണുകൾ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല ഓൾറൗണ്ടർ ഫോണുകൾ വിത്ത് നല്ല ക്യാമറ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. സോ അത്യാവശ്യം ഒരുപാട് പേര് ഇത് പരിഗണിച്ച് വരുന്നുണ്ട്. മോട്ടോ G96 എന്ന ഫോൺ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 പ്രോസറാണ് അതിനകത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്ത് 6.67 ഇഞ്ച് വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. 5500 mAh ബാറ്ററി. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ 20,000 താഴെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ലാസ്റ്റത്തെ ഒന്ന് രണ്ട് നല്ല ഐറ്റംസ് തന്നെ പറയണം. വിവോയുടെ X200 FE എന്ന് പറയുന്ന ഒരു ഫോണാണ്. X200 Pro FE അങ്ങനെ എന്തോആണ് പേര്. എന്തായാലും ഈ ഫോൺ കോമ്പാക്റ്റ് ഫോണാണ്. OnePlus 13s ഒക്കെ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു കോമ്പാക്റ്റ്, അതേപോലത്തെ ഒരു കോമ്പാക്റ്റ് ഫോൺ കോമ്പറ്റീഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ച് തന്നെ ഇറക്കുന്നതാണ് ഒരു സംശയവും വേണ്ട. 6.3 ഇഞ്ച് വരുന്ന ഒരു 1.5K ഡിസ്പ്ലേ ആണ്. 6500 mAh നല്ല ബാറ്ററി സൈസാണ് കേട്ടോ. ഫോണിൻ്റെ സൈസ് കുറവാണെങ്കിലും ബാറ്ററി കുറച്ചിട്ടില്ല. 6500 mAh ബാറ്ററിയാണ്. പിന്നെ 50 മെഗാപിക്സൽ ക്യാമറ, അങ്ങനെയുള്ള വിവോയുടെ നല്ല സെറ്റപ്പ് ഉള്ളൊരു ഫോൺ, ഒരു കോമ്പാക്റ്റ് ഫോൺ വേണം, നല്ല ക്യാമറയുള്ളൊരു ഫോൺ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിവോ S200 Pro FE ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. നല്ല ക്യാമറ ഉണ്ടെന്നാണ് അഭിപ്രായം കേൾക്കുന്നത്. വരട്ടെ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വിവോയുടെ തന്നെ X Fold 5 ഏറ്റവും സ്ലിമ്മായ ഫോൾഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് വിവോ. സോ അതും ഒരു അസാധ്യ സംഭവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒപ്പം തന്നെ 6000 mAh ബാറ്ററിയും 50 MP ക്യാമറ സെറ്റപ്പാണ്. ക്യാമറ നന്നാവാൻ സാധ്യതയുണ്ട്. വിവോ ആണല്ലോ, അടിപൊളിയായിരിക്കും. ബാറ്ററിയും കുഴപ്പമില്ല, 6000 mAh. അപ്പോൾ നല്ല ബാറ്ററി സൈസും ഉണ്ട്. അതായത് സാംസങ്ങിൻ്റെ ഫോൾഡൊക്കെ വരുന്നത് 4400 mAh ബാറ്ററിയൊക്കെ അല്ലേ, 5000 താഴെ ഉള്ളൂ അതിൻ്റെ ബാറ്ററി സൈസ്. ഇത് 6000 mAh ബാറ്ററിയാണ്. നല്ല ബാറ്ററി ലൈഫുള്ളൊരു ഫോൾഡ് ഫോൺ ആയിരിക്കും വിവോ ഇറക്കാൻ പോകുന്നത്. ബട്ട് എൻ്റെ ഫേവറേറ്റ് സാംസങ്ങിൻ്റെ ആ ഫോൾഡ് തന്നെയാണ്. നിങ്ങളുടെ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക? എന്തായാലും വിവോ മോശമൊന്നുമല്ല, നല്ല ഫോണാണ് കേട്ടോ. എന്തായാലും X Fold 5ഉം അവർ ഇറക്കുന്നുണ്ട്. അതും ജൂലൈയിലാണ്. സോ അപ്പോൾ ഈ പറഞ്ഞ ഫോണുകളെല്ലാം ജൂലൈയിൽ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ ഈ റേഞ്ചിൽ ഏതെങ്കിലുമൊക്കെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കുക. ഒരു ഡൗട്ടും വേണ്ട. നത്തിങ് ഫോൺ 3 ആണ് എനിക്കിത് ഇവർ എങ്ങനെ ആ വിലയ്ക്ക് കൊണ്ടുപോയി ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുമെന്ന് അറിയാണ്ട് ഒരു കൺഫ്യൂഷനുള്ളത്. പിന്നെ ഫോൾഡ് അത് ഞാൻ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇവൻറ്റ് ഞാൻ പോകുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ, ഇവൻറ്റിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളടക്കം ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഈ പറഞ്ഞ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.